സന്ദീപ് വാര്യറാണല്ലോ ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ. അദ്ദേഹം ചെയ്തത് ശരിയോ തെറ്റോ അറിയില്ല. എനിക്ക് കൂടുതൽ രാഷ്ട്രീയം ഒന്നും അറിയില്ല. എന്നാലും BJPയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് പോയതുകൊണ്ടാണ് കൂടുതലും ആൾക്കാർ സന്ദീപ് വാര്യരെ ഇതുപോലെ പറയുന്നത്. പക്ഷേ BJPയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് പോയ സന്ദീപ് വാര്യർ ആദ്യമായിട്ടല്ലോ അങ്ങനെ ഒരാളല്ലല്ലോ ചെയ്യുന്നത്. പലരും ഓരോ പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോയതായിട്ട് നമുക്കറിയാം. പക്ഷേ ഇതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നറിയില്ല. ഇപ്പോൾ പാണക്കാട് തങ്ങളുടെ വീട്ടിൽ പോയതും ഇടിഞ്ഞു വീഴുന്നു ആകാശം എന്നുള്ള രീതിയിലാണ് പറയുന്നത്, അവിടെ പോയിട്ടുള്ള പ്രസംഗം ഒക്കെ. പിന്നെ പറയുന്നത് സന്ദീപ് വാര്യർ BJPയിലുള്ള സമയത്ത് സെക്സ് ചാറ്റ് ചെയ്തു, പല പെൺകുട്ടികളുമായിട്ട് സെക്സ് ചാറ്റ് ചെയ്തത് ഇത് പുറത്ത് വിടുമെന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ VK ബൈജു. ഏറ്റവും കൂടുതൽ വർഗീയത സ്പ്രെഡ് ചെയ്യുന്ന ഒരാളാണ് VK ബൈജു. VK ബൈജുവിന് മുസ്ലിങ്ങളെ കണ്ടുകൂടാ. മുസ്ലിം വിരുദ്ധനാണ് VK ബൈജു. എന്തായാലും ഇപ്പോൾ പറയുന്നത് അവർ BJPയിലുള്ള സമയത്ത് പെൺകുട്ടികളുമായി സെക്സ് ചാറ്റ് ചെയ്തത് പുറലോകത്തോട്ട് വിടുമെന്ന് പറയുന്നു. അപ്പോൾ കോൺഗ്രസ്സിൽ പോയപ്പോഴാണോ VK ബൈജുവിന് പെൺകുട്ടികളുമായി സെക്സ് ചാറ്റ് ചെയ്തതൊക്കെ തെറ്റായിട്ട് തോന്നിയത്? അപ്പോൾ അന്ന് അറിയില്ലായിരുന്നോ? ഇപ്പോഴാണോ അതൊക്കെ പുറത്ത് വന്നത്? അപ്പോൾ BJPയിൽ നിന്ന് ചെയ്യുമ്പം തെറ്റല്ല, കോൺഗ്രസ്സിൽ വന്നപ്പോൾ ആ തെറ്റിപ്പോൾ അവർക്കൊരു തെറ്റായി മാറി. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അതൊരു തെറ്റായിട്ട് പറയുന്നത്. അതെന്തായാലും ഓക്കെ. പിന്നെ പറയുന്നത് ഇസ്ലാം ഭീകരരുടെ അമേദ്യം വാരി തിന്നുക, മറ്റുള്ളത് ഛർദ്ദിച്ച് കളഞ്ഞിട്ട് ഇസ്ലാം ഭീകരരുടെ അമേദ്യം വാരി തിന്നുക, ഇതൊക്കെയാണ് പറയുന്നത്. എന്തോ മുസ്ലിം എന്ന് പറയുന്നത് തന്നെ VK ബൈജുവിന് എന്താണ് ഇത്രമാത്രം വർഗീയത, ഇത്രമാത്രം അവരോടുള്ള ഒരു ശത്രുത എന്ന് അറിയാൻ പറ്റുന്നില്ല. കാരണം സന്ദീപ് വാര്യരുടെ ചെയ്തികൾ തെറ്റാണെങ്കിൽ സന്ദീപ് വാര്യരെ വിമർശിക്കുക അല്ലേ. നിലപാടെന്ന് പറയുമ്പോൾ ഒരാളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ വിമർശിക്കുക. അതിന് പകരം സന്ദീപ് വാര്യരുടെ കുടുംബത്തിൽ VK ബൈജു പറയുന്നുണ്ട്, വാര്യരുടെ തന്ത വാര്യർ വീട്ടിലില്ലാത്ത സമയത്ത് മദ്രസ പൊട്ടനായ ഒരു മുസ്ലിം ഭീകരൻ വന്നിട്ട് ഉണ്ടായതാണ് സന്ദീപ് വാര്യർന്ന്. എത്രത്തോളം മോശമായൊരു വാക്കാണത് പറയുന്നത്. ചെയ്ത തെറ്റ് സന്ദീപ് വാര്യറാണ്. ഈ അമ്മ പറഞ്ഞു കൊടുത്തോ മോനെ BJPയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ നീ രാഷ്ട്രീയക്കാരനാവണമെന്നോ ഏതെങ്കിലും ഒരമ്മ പറഞ്ഞു കൊടുക്കുമോ? ഒരു കള്ളനായ ഒരാളുടെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടാണോ അവർ കള്ളനാവുന്നത്? വളർത്തുദോഷം എന്നൊക്കെ നമുക്ക് പറയാം. എന്നിരുന്നാലും ഒരു പരിധി കഴിഞ്ഞാൽ ഒരു ആൺകുട്ടികളെ ആയാലും പെൺകുട്ടികളെ ആയാലും നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയ സന്ദീപ് വാര്യർ ആ രാഷ്ട്രീയത്തിൽ നിന്ന് വേറൊരു രാഷ്ട്രീയത്തിലേക്ക് പോയത് ആ പാവം അമ്മ അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. കാരണം ആ അമ്മ മരിച്ചു എന്നാണ് പറയുന്നത്. സത്യം എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും മരിച്ചുപോയ അമ്മയായാലും ആ അമ്മയുടെ ആത്മാവിന് പോലും ഗതി പിടിക്കാത്ത രീതിയിലാണ് മോശമായ വാക്ക് പറഞ്ഞിരിക്കുന്നത്. സന്ദീപ് വാര്യരെ വിമർശിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവഹേളിക്കാൻ വേണ്ടിയിട്ടായാലും ഇതിൽ അവഹേളനം ഏറ്റവും കൂടുതലായതാരാണ്? ആ അമ്മയല്ലേ. അങ്ങനെ പറയാൻ പാടുണ്ടോ? VK ബൈജുവും ഒരമ്മയുടെ മോനല്ലേ. ഈ VK ബൈജു സമൂഹത്തിൽ വന്ന് ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും VK ബൈജു ഉണ്ടായത് എങ്ങനെയാണ്, VK ബൈജു ഒരു മുസ്ലിമിൻ്റെ മകനാണ്, ഇങ്ങനെ അമ്മ തെറ്റ് ചെയ്തുണ്ടായതാണ്, അല്ലെ വേറൊരാളുടെ മകനാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ VK ബൈജുവിന് സഹിക്കാൻ പറ്റുമോ? അല്ലെ VK ബൈജുവിൻ്റെ മക്കളെ പറ്റി നാളെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റുമോ? അപ്പം മറ്റുള്ളവരെ കരിവാരി തേക്കാൻ വേണ്ടി, വിജയിക്കാൻ വേണ്ടി അമ്മമാരെ പോലും കുറ്റം പറയുക എത്രത്തോളം അധപ്പതിച്ച ഒരു മനസ്സാണ് VK ബൈജുവിൻ്റേത്. ഷൈനി മധുസൂദനും VK ബൈജു ഒക്കെ ഇപ്പോൾ വർഗീയത മാത്രമാണ് പറയുന്നത്. ഇപ്പം മാത്രമല്ല എന്നും അവരുടെ നാവിൽ നിന്ന് ഇതാ വരുന്നത്. അപ്പോൾ സന്ദീപ് വാര്യരെ അവഹേളിക്കാൻ വേണ്ടി ഈ അമ്മയെ ഇങ്ങനെ പറഞ്ഞത് ഒരിക്കലും മാപ്പർഹിക്കുന്നതല്ല. ശരിക്കും സന്ദീപ് വാര്യർ പറയേണ്ടത് സമൂഹത്തിൽ വന്നിട്ട് എൻ്റെ അമ്മയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞതിൽ പൊതുസമൂഹത്തിൽ മാപ്പ് പറയണം. എല്ലാവരും പറയണം. ഇങ്ങനെ ഓരോ ആളുകൾ വന്ന് ഇതുപോലെ ഓരോരുത്തരോടും ദേഷ്യമുണ്ടെങ്കിൽ അവരുടെ അമ്മമാരെയോ വീട്ടിലിരിക്കുന്നവരെയോ മക്കളെയോ പറയുക എന്ന് പറയുന്നു കഴിഞ്ഞാൽ അത് പാടില്ല സമൂഹത്തിൽ. ഇതിങ്ങനെ ഓരോരുത്തർ കേട്ട് നാളെ അത് പറയാം എന്നുള്ള ഒരു ഇതിലേക്കാണ് പോകുന്നത്. പണ്ട് പയ്യന്മാരൊക്കെ കമൻ്റ് അടിക്കുമ്പോൾ കുട്ടികൾ തിരിഞ്ഞു നിന്ന് ചോദിക്കും, നിൻ്റെ വീട്ടിൽ അമ്മയും പെങ്ങളും ഇല്ലേടാന്ന്. അപ്പം തന്നെ നല്ല ഒരു വിധം ഉള്ള ഒരു പയ്യന്മാരെന്ത് ചെയ്യും, പിന്നെ പറയാതിരിക്കും. കാരണം എൻ്റെ അമ്മയല്ലേ പറയുന്നത്. ഇത് അതിൽ കൂടുതലാണ് പറയുന്നത്. അച്ഛൻ വീട്ടിലില്ലാത്ത നേരത്ത് ഒരു മുസ്ലിം മദ്രസ പൊട്ടൻ വന്നുണ്ടായതാണ് സന്ദീപ് വാര്യർന്ന്. അതിലെന്താണ് ഇവർക്ക് വിജയം കിട്ടിയത്? അത് പറയുമ്പോഴുള്ള സുഖം എന്താണ്?
എന്തായാലും ഒരമ്മമാരെ പറ്റിയിട്ടും ആരും അങ്ങനെ പറയരുത്. സന്ദീപ് വാര്യർക്ക് എന്തായാലും ഈ വി കെ ബൈജുവിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. പാണക്കാട് തങ്ങളുടെ വീട്ടിൽ പോയതാണോ ഇത്രമാത്രം ദേഷ്യം വരാൻ കാരണം? എന്താണ് ഈ വർഗീയത ഇത്രമാത്രം എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല.